നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നടന്ന വാദപ്രതിവാദങ്ങളുടെ അടച്ചിട്ട മുറിയിൽ നടന്ന വാദപ്രതിവാദങ്ങളുടെ ചില നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതിൽ പ്രധാനമായും മഞ്ജു വാര്യരുടെ മൊഴിയെങ്കിലും പ്രോസിക്യൂഷനെ തുണയ്ക്കും, അല്ലെങ്കിൽ യുവനടിയെ തുണയ്ക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അവിടെയും ചില നിർണായക നീക്കങ്ങളാൽ അതും പാളി. ബന്ധം തകർന്നത് കാവ്യയുടെ സ്വകാര്യ മെസ്സേജുകൾ കണ്ടതിന് പിന്നാലെയാണ് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞപ്പോൾ ആ ചാറ്റുകൾ എവിടെ എന്നായിരുന്നു മറുചോദ്യം. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന കാവ്യമാധവന്റെ അഡ്വക്കേറ്റ് കൂടിയായ രാമൻ പിള്ള കൃത്യമായി എതിർത്തതാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധിച്ചത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി നിർണായകമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രോസിക്യൂഷൻ. എന്നാൽ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ദിലീപിന് സഹായകമായി മാറുകയായിരുന്നു. 2017 നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കാവ്യമാധവും മുന്നുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് ആദ്യ ഭാര്യയോട്, അതായത് മഞ്ജു വാര്യറിനോട് പറഞ്ഞതിലുള്ള ദിലീപിന്റെ വൈരാഗ്യവും പ്രതികാരവുമാണ് ആക്രമണത്തിനുള്ള ഉദ്ദേശമെന്ന പ്രോസിക്യൂഷൻ ആരോപണത്തിന് മതിയായ തെളിവില്ല എന്ന വിലയിരുത്തി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കണ്ടെത്തിയത്. മലയാള സിനിമാ മേഖലയിൽ ദിലീപ് തനിക്ക് അവസരങ്ങൾ നിഷേധിച്ചു എന്ന അതിജീവിതയുടെ വാദത്തിന് അവരുടെ വാക്കാലുള്ള മൊഴിയല്ലാതെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ഇതും കേസിൽ നിർണായകമായി. ഇതുകൊണ്ട് കൂടിയാണ് ദിലീപിനെ വെറുതെ വിടുന്നത്. കാവ്യ ദിലീപിന്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ച സന്ദേശങ്ങൾ മഞ്ജു വാര്യർ വായിച്ചതോടുകൂടിയാണ് ഈ ബന്ധം ആദ്യമായി പുറത്തു വന്നത് എന്നാണ് പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഈ സന്ദേശങ്ങൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. സന്ദേശങ്ങൾ കണ്ടെന്ന് അവകാശപ്പെട്ട മഞ്ജു അതിന്റെ ഉള്ളടക്കം വെളിപ്പെടുത്തിയതുമില്ല. സന്ദേശങ്ങൾ സ്വകാര്യ സ്വഭാവമുള്ളതായിരുന്നു എന്ന വാദമൊഴിച്ചാൽ 2012 ഫെബ്രുവരി 12 മഞ്ജു കണ്ടെന്ന് പറയപ്പെടുന്ന സന്ദേശങ്ങളുടെ ഉള്ളടക്കം സ്ഥാപിക്കാൻ കോടതിക്ക് മുന്നിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മഞ്ജു വാര്യർ ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥനോട് തനിക്ക് സന്ദേശങ്ങളെ കുറിച്ച് നേരിട്ട് അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദിലീപിന്റെ മൊബൈൽ ഫോണിൽ വെച്ച് കണ്ടതായി പറഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ മൊഴിയിൽ ദിലീപിന്റെ ഫോണിൽ വെച്ച് കാവ്യയും ദിലീപും തമ്മിലുള്ള സന്ദേശങ്ങൾ കണ്ടിരുന്നു എന്ന് അവർ പറഞ്ഞു. എന്നാൽ കോടതി മൊഴി നൽകുമ്പോൾ 2012 ഫെബ്രുവരി 12 ദിലീപിന്റെ പഴയ മൊബൈൽ ഫോണിലാണ് സന്ദേശങ്ങൾ കണ്ടതെന്നും അവർ മൊഴി നൽകി. ദിലീപും കാവ്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത്. അങ്ങനെയായിരുന്നു എങ്കിൽ മഞ്ജു വിഷയത്തിൽ ചോദ്യം ചെയ്തപ്പോൾ കാവ്യ ദിലീപിനെ ബന്ധപ്പെടുമായിരുന്നു എന്നും കോടതി നിരീക്ഷിച്ചു. മഞ്ജു ദിലീപിന്റെ മൊബൈൽ ഫോണിൽ കണ്ടെന്ന് പറയപ്പെടുന്ന സന്ദേശങ്ങൾ ഒരിക്കലും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കോടതി അലക്ഷ്യമാകാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡിബേറ്റിൽ നിന്നും അഭിഭാഷക അതായത് അഡ്വക്കേറ്റ് TB മിനി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കോടതിയുടെ ഒരു വിസ്താരത്തിൽ, കോടതിയുടെ ഒരു നിരീക്ഷണത്തെ ഇത്തരത്തിൽ വലിച്ചു കീറുന്നത് അത് കണ്ടംപ്റ്റ് കോർട്ട് ആയിരിക്കും, അതായത് കോടതി അലക്ഷ്യമാകും, അതുകൊണ്ട് ഞാൻ ഒഴിയുന്നു എന്ന തൊഴികൈകളോടുകൂടി പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും പരിശോധനയ്ക്കിടെ അമേരിക്കയിലെ ഒരു ഷോയുടെ സമയത്ത് ദിലീപ് തന്നെ പതിവായി സന്ദർശിച്ചിരുന്നു എന്ന വാദം കാവ്യ നിഷേധിച്ചു. കൂടാതെ 2012 മെയ് ജൂൺ മാസങ്ങളിൽ ലണ്ടനിലെ ഒരു ബസ് യാത്രക്കിടെ കാവ്യയുമായുള്ള തന്റെ ബന്ധം മഞ്ജുവിനോടും സുഹൃത്തുക്കളോടും എന്തിനാണ് വെളിപ്പെടുത്തിയത് എന്ന് ചോദിച്ച ദിലീപ് അതിജീവിതയെ നേരിട്ടെത്തി ചോദ്യം ചെയ്തു എന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. യൂറോപ്യൻ പര്യടനത്തിലെ കലാകാരന്മാരുടെ സംഘത്തിന്റെ ഭാഗമായി അവർ ഒരുമിച്ചാണ് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ സംഘത്തിലെ മറ്റംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ പോലും ശ്രദ്ധിക്കാതെ അത്തരമൊരു ചോദ്യം ചെയ്യൽ സാധ്യത വളരെ കുറവാണ് എന്ന് കോടതി കണ്ടെത്തി. ആരോപിക്കപ്പെട്ട സംഭവത്തിന് ശേഷവും അതിജീവിത ദിലീപിനൊപ്പം പരിപാടികൾ സഹകരിച്ച് പ്രവർത്തിച്ചു എന്നും കോടതി നിരീക്ഷിച്ചു. അതിജീവിതയും ദിലീപും അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക പരിപാടിയും നടന്നിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവർ തമ്മിൽ ആശയവിനിമയം നടക്കേണ്ടതായിരുന്നു എന്നും കോടതി പറഞ്ഞു. റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് തങ്ങൾ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു എന്ന അതിജീവിതയുടെ മൊഴി വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തി.
ദിലീപ് അതിജീവിതയുമായി സൗഹൃദപരമായ ബന്ധം പുലർത്തിയില്ല എന്ന ജഡ്ജി നിലപാടെടുത്തു. അതേസമയം ദിലീപ് അതിജീവിതയോട് വിദ്വേഷവും പകയും വെച്ചു പുലർത്തിയിരുന്നു എന്നും അവരുടെ കരിയർ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നും സ്ഥാപിക്കാൻ ആശ്രയിച്ച 2012 സംഭവങ്ങളെക്കുറിച്ചും കൊച്ചിയിലെ അബ്ബാസ് പ്ലാസ ഹോട്ടലിൽ വെച്ച് 2013 നടന്ന അമ്മ റിഹേഴ്സൽ ക്യാമ്പിനെ കുറിച്ചും തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും കോടതി വിലയിരുത്തി. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ചാനൽ ചർച്ചകളിൽ നിന്നും ടി.വി. മിനി ഇറങ്ങിപ്പോയത്.